പിന്നെ ഈ UDF-ൽ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പൊ ജാസിനെ ബസ്സിൽ കേട്ടിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെ എന്താ ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ അത് തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. ഉറപ്പാണ്. ഉറപ്പിനെന്ത് എന്നാ നമുക്ക് ബസ്സിൽ കാണാം. പിന്നെ ബസ്സിൽ കാണാം. നമുക്ക് ബസ്സിൽ എല്ലാവർക്കും കൂടി ഒരു ടൂർ പോകണം അല്ലേ? എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു ബസ്സിൽ ഞങ്ങൾ ഗവി പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാവരും ഗവിയിലേക്ക് പോവാം. അതാവുമ്പോൾ ഗവൺമെന്റ് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് സുഖമായിട്ട് ഗവി പോയി ഇറങ്ങിക്കൂടെ പൈസ കൊടുക്കാണ്ട്. ആര് എങ്ങനെ എവിടെ എവിടത്തെ സ്ത്രീ മനസ്സിലായില്ല? സ്ത്രീയോ നീയോ? ഏത് വകയിലാടാ മുഹമ്മദ് ജാസി നീ സ്ത്രീ ആവുന്നേ? സ്ത്രീയാണ് പോലും. രണ്ട് സിലിക്കോൺ അവിടെ ഇവിടെ വെച്ച് പിടിപ്പിച്ചെന്ന് വെച്ചിട്ട് നീ സ്ത്രീ ആവത്തില്ല കേട്ടോ. ഉളുപ്പില്ലാത്തവൻ ആനുകൂല്യം മേടിക്കാൻ നടക്കുക. നാണം വേണം മനുഷ്യന്മാരായാല്. പൊതുവെ സ്വയം പ്രഖ്യാപിത സ്ത്രീയാണെന്ന് പറഞ്ഞാ നടക്കുന്നത്. അവിടെ എവിടെയും സ്ത്രീയാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ പ്രസവിക്കാൻ പോണു, ഞാൻ ഡൗൺ സർജറി ചെയ്ത് മൊത്തമായ ഒരു സ്ത്രീയായി മാറി, മാങ്ങാ തൊലി തേങ്ങാക്കൊല, ഉളുപ്പില്ലാത്തവൻ. നാണം വേണം മനുഷ്യന്മാരായാലും കുറച്ചെങ്കിലും. അവൻ ആനുകൂല്യം കൂടെ കിട്ടാത്തതിന്റെ കുറവേ ഉള്ളൂ, സ്ത്രീകളുടെ ആനുകൂല്യം. എടാ നീയെ സ്ത്രീ ആവത്തില്ല. നിങ്ങളുടെ വിഭാഗത്തിന് പറയുന്ന പേരാണ് ട്രാൻസ്ജെൻഡർ. അറിയാവോ നിനക്ക്? ഇത് വരുന്നിടത്തും പോകുന്നിടത്തും ഞാൻ സ്ത്രീയല്ലേ, ഞാൻ സ്ത്രീയല്ലേ, ഞാൻ സ്ത്രീയല്ലേ. നീ ഇങ്ങനെ 24 മണിക്കൂറും വായെടുത്തിട്ട് ഞാൻ സ്ത്രീയാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ സ്ത്രീ ആവത്തില്ല. സ്ത്രീ ആവണമെങ്കിൽ സ്ത്രീകളുടേതായിട്ടുള്ള എന്തേലൊക്കെ വേണം. നിനക്ക് യൂട്രസ് ഉണ്ടോ? നിനക്ക് പീരീഡ്സ് ആവുന്നുണ്ടോ? അല്ലെങ്കിൽ നീ ഗർഭിണി ആവുന്നുണ്ടോ? അല്ലെങ്കിൽ നീ പ്രസവിക്കുന്നുണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിനക്ക് യൂട്രസ് ഉണ്ടോ? നീ സ്ത്രീയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് നടക്കുന്ന നിനക്ക് യൂട്രസ് ഉണ്ടോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. ഉണ്ടോ അങ്ങനെ ഒരു സാധനം എന്താണെന്ന് അറിയാവോ? ഒരു ഉളുപ്പവും നാണോ ഇല്ലാതെ സ്ത്രീയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുക ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട്. വായിന്ന് മലയാളമോ വരത്തില്ല, ഇംഗ്ലീഷോ വരത്തില്ല, എല്ലാത്തിലും കൊഞ്ഞന്ന് പറഞ്ഞ് കൊണ അടിച്ചോണ്ടാണ് അവന്റെ നടത്തം. എന്നിട്ട് അവൻ ഞാൻ വല്ലതൊക്കെ പറയും. നീ ഇപ്പൊ എല്ലായിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും നീ പറയുന്നുണ്ടല്ലോ ജാസി ഞാൻ സ്ത്രീ ആണെന്നുള്ളത്. തെളിയിക്കാൻ പറ്റുമോ നിനക്ക്? നിന്റെ 2 സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കാണിക്കാനല്ല, ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നീ തെളിയിക്കടാ നീ സ്ത്രീ ആണെന്നുള്ളത്. അപ്പം നാട്ടുകാരെ വിശ്വസിക്കാം. നിനക്ക് യൂട്രസ് ഉണ്ട്, നീ സ്ത്രീ ആണെന്ന് നീ തെളിയിക്കേ. നിന്റെ ആ വിഭാഗത്തിൽപ്പെട്ട വേറെ ആർക്കും ഈ മാതിരി കുത്തിക്കഴപ്പില്ല. നിനക്ക് മാത്രമാണ് ഇത്ര ആൾക്കാര് നിന്നെ അംഗീകരിക്കണം, ഞാൻ സ്ത്രീ ആണെന്നുള്ള കാര്യം അംഗീകരിക്കണം എന്നുള്ള ഒരു വാശി. നീ സ്ത്രീയാണ് പോട്ടെ, ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറയാനുള്ള എന്തെങ്കിലും ഉണ്ടോ നിനക്ക്? മീൻസ് നീ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടോ? നീ ട്രാൻസ് ആണെന്ന് തെളിയിക്കാൻ അതുപോലും ഇല്ല. ചുമ്മാ മറ്റേ 2 സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ ട്രാൻസ് ആണെന്ന് പറഞ്ഞിട്ട് നീ നടക്കുന്നതാ. അത് തെളിയിക്കാനാണല്ലോ ആ ഹെലനെ ഊരി കാണിച്ചു കൊടുത്തത് വൃത്തികെട്ടവൻ. ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നതെങ്കിലും മോൻ അറിഞ്ഞായിരുന്നോ ജാസി മോനെ? ഞാൻ സ്വയം പ്രഖ്യാപിത ട്രാൻസ് ആയിട്ട് കാര്യമില്ല. ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നീ ട്രാൻസ് ആണെന്ന് ഡോക്ടേഴ്സ് തെളിയിക്കണം. അതിനെന്ത് ചെയ്യണം? ഡൗൺ സർജറി ചെയ്തിരിക്കണം. ഈ ഏതെങ്കിലും കാര്യം നീ ചെയ്തിട്ടുണ്ടോ? നീ ട്രാൻസ് ആണെന്ന് പറഞ്ഞ കുറെ സാരിയും ചുരിദാറും ഇട്ട് നടക്കുന്നല്ലാണ്ട് വല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ആൾക്കാരെ പറ്റിച്ചങ്ങ് നടക്കുക. ആ ഹോസ്പിറ്റലിൽ കിടന്ന് കുറെ നാടകം കളിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ ഒത്തില്ല. കാരണം അവർ പൊട്ടന്മാരല്ല. ആ ഹോസ്പിറ്റലിൽ ഡൗൺ സർജറി ചെയ്യത്തില്ല. ആ നാടകം അവിടെ പൊളിഞ്ഞു. അപ്പൊ അടുത്ത നാടകമായിട്ട് ഇറങ്ങി. നീ സർട്ടിഫിക്കറ്റ് കാണിക്ക് ജാസി. നീ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടെന്ന് നീ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കും ഹോസ്പിറ്റലിൽ നിന്ന്. എടുത്തോണ്ട് വാ. ഈ ഫോർജിൻ ചെയ്ത സർട്ടിഫിക്കറ്റ് അല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. പറ്റുമോ? വെല്ലുവിളിക്കുന്ന നിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പലവന്മാരും വന്ന് പല രീതിയിലും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് മാങ്ങാത്തൊരിയാ. നീ തെളിയിക്കേ. നീ ട്രാൻസ് ആണ്, നീ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടെന്ന് നീ തെളിയിക്കേ. അതുപോലെ ബസ്സിന്റെ ആനുകൂല്യം വാങ്ങിച്ചു കാണിക്കും. സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം ട്രാൻസ് ആയ, ഞാൻ സ്വയം പ്രഖ്യാപിത ട്രാൻസ് ആയിട്ട് നടക്കുന്ന മുഹമ്മദ് ജാസി മേടിച്ചങ്ങ് തെളിയിക്ക്. വെല്ലുവിളിയാന്ന് കൂട്ടിക്കോ. നീ സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം മേടിച്ച് കാണിക്കേ.
എന്നിട്ട് നീ സ്ത്രീയാണെന്ന് പറ, അപ്പൊ വിശ്വസിക്കാം. ഇങ്ങനെ ഒരു വാഴ. ശരിയെന്നാ.